ചോദിച്ചത് ഞങ്ങളല്ല. അപ്പൊ അതിനെ പരിഹസിച്ച സമയക്കുറവ് കൊണ്ടാണ് ടി.പി. സിന്ധുമോൾ അത് ബി.ജെ.പി മറുപടി പറയേണ്ട കാര്യങ്ങളാണ് സി.പി. ജോൺ പറഞ്ഞത്. സൗണ്ട് ഒന്ന് കുറയ്ക്കോ? സൗണ്ട് കുറയ്ക്കോ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കിറ്റിയോ. വളരെയധികം നന്ദി ശ്രീ സി.പി. ജോൺ. സമയക്കുറവ് കൊണ്ടാണ് സിന്ധുമോളിലേക്ക് പോകുന്നത്. നമുക്ക് ഈ ചർച്ച സമയമായി. സിന്ധുമോൾ. നീലിമ, അദ്ദേഹം അവസാനം ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിച്ചോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ എയിംസിനെ സംബന്ധിച്ചും ഇവിടെ അതിവേഗ റെയിൽവേയെ സംബന്ധിച്ചുമൊക്കെ ആരാണ് എത്ര കാലം നീണ്ടു നിന്ന സമരം ഈ കേരളം? ഒരു കാര്യം നമ്മൾ മറന്നുകൂടാ. പ്രധാനമന്ത്രി വന്നപ്പോഴാണ് 3 അമൃത് ഭാരത് ട്രെയിനുകളും അതുപോലെ ഒരു പാസഞ്ചർ ട്രെയിനും കേരളത്തിന് 4 ട്രെയിനുകളാണ് കിട്ടിയത്. അതൊക്കെ മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് എന്നതുകൂടി ചിന്തിക്കണം. അത് മാത്രമല്ല കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഉണ്ടായി കഴിഞ്ഞ സമയം മുതൽ ആ MP-യെ അവഹേളിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് രാഷ്ട്രീയം മറന്ന് UDF-ഉം LDF-ഉം ഒന്നിച്ച് എന്തു നല്ലത് ചെയ്താലും അവഹേളിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തിയ ഒരു രാഷ്ട്രീയമുണ്ട് ഇവിടെ. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം. എത്രയോ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അതൊന്നും ഇവർ കാണുന്നില്ല. ഇവരുടെ MP-മാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എത്രയോ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ എത്തിക്കുന്നുണ്ട്, അതൊന്നും ഇവർ പറയുന്നില്ല. അപ്പോൾ പരിഹാസത്തിന്റെ രാഷ്ട്രീയം മുതലാക്കിക്കൊണ്ട് ഇപ്പോൾ എയിംസിനെ അവർ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചത് ശരിക്കാണ്. എയിംസ് വേണമെന്ന് പറയുന്നത് അദ്ദേഹം MP ആയ സാഹചര്യത്തിലല്ല. അതിന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എയിംസ് എന്ന് പറഞ്ഞ ആവശ്യം ഇവിടെ വന്നു തുടങ്ങി. ശ്രീ സുരേഷ് ഗോപി MP ആണ് എയിംസ് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് വന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹം, എയിംസ് കൊണ്ടുവരാനുള്ള ആഗ്രഹം, അതിന് കൂടെ നിൽക്കേണ്ടത് ആരാണ്? ഒരു സംസ്ഥാന സർക്കാരാണ്. അതെന്തുകൊണ്ട് ഇവർ മറച്ചു വെക്കുന്നു? എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും BJP-യുടെ MP-യുടെ മേലിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മേലെ ചാടിക്കൊണ്ട് രക്ഷപ്പെടുക, പൈസടച്ച് രക്ഷപ്പെടുക എന്നുള്ള കാര്യങ്ങളാണ് കാലങ്ങളായി സർക്കാർ. അതിന്റെ ഒരു അനുകരണമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഇപ്പോൾ നമ്മൾ കേട്ടത്. അതും പരിഹാസത്തിന്റെ ഒരു സ്വരമാണ് കേട്ടത്. ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കൂ? ഈ കേരളത്തിന് നൽകിയിരിക്കുന്ന വികസനങ്ങളെ കുറിച്ച് ഇവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം അത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നിലപാടില്ലാത്ത രാഷ്ട്രീയത്തെ, ഇവരുടെ വികസന മുരടിപ്പിനെ ഒക്കെ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയും. ഇവിടെ കോവിഡിന്റെ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തെ പിടിച്ചു നിർത്തിയതെന്ന്, കേരളത്തിലെ ജനങ്ങളെ പിടിച്ചു നിർത്തിയതെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതിനെ അംശം കൂട്ടാൻ ഇവർ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ പരിഹാസത്തിന്റെ രീതിയിൽ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽ പഴിച്ചാടിക്കൊണ്ട് ഏത് സാഹചര്യത്തിൽ ഏത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും ബജറ്റ് അവതരിപ്പിച്ചാലും ഒക്കെ ഞങ്ങൾ ആരും പറയുന്നില്ല ഞങ്ങൾ ചന്ദ്രനിൽ കിണർ കുഴിക്കാമെന്ന് അതിന് ഒരു 50 കോടി നീക്കിവെക്കുന്നില്ല. അതൊക്കെ ശ്രീ ബാലഗോപാലനാണ് ചെയ്യുന്നത്. ലോക സമാധാനത്തിന് ഒരു 50 കോടി മാറ്റിവെക്കാമെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രായോഗികമാണ് ഈ ബജറ്റ് എന്നാണ് ടി.പി. സിന്ധുമോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം ശ്രീ ദീദി സാറിലേക്കാണ് പോകുന്നത്. ശ്രീ ദീദി സാർ, ഈ പറഞ്ഞതുപോലെ കേരളത്തെ മാത്രമായി ഇങ്ങനെ വേർതിരിച്ച് കാണേണ്ടതുണ്ടോ? ഇത് കേരളം എന്ന് പറയുന്നത് ഭാരതത്തിനകത്തെ ഒരു സംസ്ഥാനമാണ്. ഭാരതീയർക്ക് ലഭിക്കുന്ന മുഴുവൻ ഗുണങ്ങളും നമ്മുടെ കേരളീയർക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെയല്ലേ ബജറ്റിനെ കാണേണ്ടത്? 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, 2026-27 ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഹെൽത്തിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും ടൂറിസത്തിലാണെങ്കിലും ഒരുപാട് പ്രപ്പോസൽസ് പറയുന്നുണ്ട്. ആ പ്രപ്പോസൽ ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടും. അതിന് വേണ്ടത് കേരള ഗവൺമെന്റ് ഓരോന്നിനും പ്രത്യേകമായ പ്രോജക്റ്റ് തയ്യാറാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് സംസാരിച്ച് വിഹിതമാകാന്നുള്ളതാണ്. 2, നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞു. ഇപ്പം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. നമ്മുടെ ഡിവിസിബിൾ പൂളിന്റെ 41% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മൊത്തം റവന്യൂവിന്റെ 41% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിന്റെ വിഹിതം 1.92 നിന്ന് 2.78 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇവർ പുറത്തു പറയുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കേരളം ഭാരതത്തിൽ തന്നെയാണ്. എല്ലാ ഭാരതീയർക്കും അവകാശപ്പെട്ട എല്ലാ ബജറ്റ്
മൂല്യങ്ങളും ഇവിടുത്തെ മലയാളികളുടെ അവകാശപ്പെട്ടതാണ്. അല്ലാതെ കേരളം ഒരു പ്രത്യേക തുരുത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ. ഇത് വെറും 800 ഉള്ളൂ. 20 ലിറ്റർ പാക്കറ്റിൽ ഒഴിച്ച് 1 ലിറ്റർ ആയിട്ട് വിൽക്കാം. അവർക്ക് പറ്റിക്കുകയാണ്. ഇത് 1 ലിറ്റർ ആണെന്ന് വിശ്വസിച്ച് നിങ്ങളാണ് പറ്റിക്കപ്പെട്ടത്. ചേച്ചി പാല് എന്തിനാ എക്സ്ട്രാ? ആരും വരുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. ഇല്ല. വൃത്തിയുള്ളതും സുഖമുള്ളതുമാണല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ? ഓഹോ, ഗസ്റ്റ് ഒന്നുമല്ല. വന്നിരിക്കുന്നത് എന്റെ ലൈസോൾ ആണ്. ഇത് ഫിനൈൽ അപേക്ഷിച്ച് 3-1 മതി. 6 മണിക്കൂർ വീടിന് സുഗന്ധവും 10 മടങ്ങ് കൂടുതൽ വൃത്തിയും നൽകും. അതിനാൽ എപ്പോഴും ആരും വിരുന്നു വരുന്ന വീട് പോലെ തോന്നിക്കും. ഹായ്, ഞാനാണ് അസിഡിറ്റിയുടെ എച്ചിൽ. I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026.